യോഹന്നാൻ അധ്യായം 19. അനന്തരം പിലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ ഒരു മുൾക്കിരീടം മെടഞ്ഞുണ്ടാക്കി അദ്ദേഹത്തിന്റെ ശിരസിൽ വച്ചു. പിന്നീട് കടും ചുവപ്പ് നിറമുള്ള ഒരു അങ്കി ധരിപ്പിച്ചു. യഹൂദരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞ് കൈകൊണ്ട് യേശുവിന്റെ മുഖത്തടിച്ചു. പിലാത്തോസ് പിന്നെയും പുറത്തു വന്ന് യഹൂദരോട് പറഞ്ഞു, നോക്കൂ, ഞാൻ അയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല. അത് നിങ്ങൾ അറിയേണ്ടതിന് ഇതാ ഞാൻ അയാളെ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരുന്നു. യേശു മുൾക്കിരീടവും ചുവന്ന അങ്കിയും ധരിച്ച് പുറത്തു വന്നപ്പോൾ പിലാത്തോസ് അവരോട്, ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞു. മുഖ്യ പുരോഹിതന്മാരും അവരുടെ സേവകരും യേശുവിനെ കണ്ടപ്പോൾ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിലാത്തോസ് അവരോട്, നിങ്ങൾ തന്നെ ഇയാളെ കൊണ്ടുപോയി ക്രൂശിക്കുക. ഞാൻ ഇയാളിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്. ദൈവപുത്രൻ എന്ന് സ്വയം അവകാശപ്പെടുകയാൽ ആ ന്യായപ്രമാണമനുസരിച്ച് ഇയാൾ മരണയോഗ്യനാണ്. ഇത് കേട്ടപ്പോൾ പിലാത്തോസ് അധികം ഭയപ്പെട്ടു. അയാൾ കൊട്ടാരത്തിനുള്ളിലേക്ക് ചെന്ന് യേശുവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നുള്ളവനാണ്? എന്നാൽ യേശു അയാളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പിലാത്തോസ് വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്നോട് സംസാരിക്കാത്തതെന്ത്? നിങ്ങളെ മോചിപ്പിക്കുവാനും ക്രൂശിക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിയുന്നില്ലേ? അതിന് യേശു ഉത്തരം പറഞ്ഞു, മുകളിൽ നിന്നും നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ താങ്കൾക്ക് എന്റെ മേൽ ഒരു അധികാരവും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ താങ്കളുടെ പക്കൽ ഏൽപ്പിച്ചു തന്നവനാണ് കൂടുതൽ പാപമുള്ളത്. അപ്പോൾ മുതൽ യേശുവിനെ വിട്ടയക്കുവാൻ പിലാത്തോസ് ശ്രമിച്ചു. എന്നാൽ യഹൂദർ, ഈ മനുഷ്യനെ വിട്ടയച്ചാൽ അങ്ങ് കൈസരുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവൻ കൈസരോട് എതിർക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ പിലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. പിന്നെ അരാമ്യ ഭാഷയിൽ ഗബദ എന്ന് പേരുള്ളതും കൽത്തളം എന്നറിയപ്പെടുന്നതുമായ സ്ഥലത്ത് വന്ന് ന്യായാസനത്തിൽ ഇരുന്നു. അപ്പോൾ പെസഹ ആഴ്ചയിലെ ഒരുക്ക ദിവസം ഏകദേശം 12 മണിയായിരുന്നു. പിലാത്തോസ് യഹൂദരോട്, ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. എന്നാൽ അവർ, അവനെ കൊണ്ടുപോവുക, കൊണ്ടുപോവുക, അവനെ ക്രൂശിക്കുക എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ? പിലാത്തോസ് ചോദിച്ചു. ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല. മുഖ്യ പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു. ഒടുവിൽ പിലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പടയാളികൾ യേശുവിനെ ഏറ്റുവാങ്ങി. യേശു തന്റെ ക്രൂശ് ചുമന്നുകൊണ്ട് അരാമ്യ ഭാഷയിൽ ഗൊൽഗൊഥ എന്നറിയപ്പെടുന്ന തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ യേശുവിനെ മധ്യത്തിലും വേറെ 2 പേരെ ഇരുവശങ്ങളിലുമായി ക്രൂശിച്ചു. പിലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിൽ പതിപ്പിച്ചു. അത് നസറായനായ യേശു യഹൂദരുടെ രാജാവ് എന്നായിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമായിരുന്നതുകൊണ്ടും ആ മേലെഴുത്ത് അരാമ്യ, ലത്തീൻ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതിയിരുന്നതുകൊണ്ടും യഹൂദരിൽ പലരും അത് വായിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് യഹൂദരുടെ മുഖ്യ പുരോഹിതന്മാർ പിലാത്തോസിനോട്, യഹൂദരുടെ രാജാവ് എന്ന് എഴുതരുത്, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് ഈ മനുഷ്യൻ അവകാശപ്പെട്ടു എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ എഴുതിയത് എഴുതി. പിലാത്തോസ് പറഞ്ഞു. യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം പടയാളികൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഓരോ പടയാളിക്കും ഓരോ ഭാഗം ലഭിക്കത്തക്കവണ്ണം 4 ഭാഗിച്ചു. മേലെങ്കി അവർ ഭാഗിച്ചില്ല. അത് തുന്നലില്ലാതെ മേൽത്തൊട്ട് അടിവരെ നെയ്തതായിരുന്നു. ഇത് നാം കീറരുത്, ആർക്ക് കിട്ടുമെന്ന് നറുക്കെടുത്ത് തീരുമാനിക്കാം. അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ വീതിച്ചെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിറവേറുന്നതിന് ഇത് സംഭവിച്ചു. അതുകൊണ്ട് പടയാളികൾ ഇങ്ങനെയെല്ലാം ചെയ്തു. ക്രൂശിനരികെ യേശുവിന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരി മറിയയും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് യേശു അമ്മയോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്നും ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ സമയം മുതൽ ആ ശിഷ്യൻ അവരെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അതിനുശേഷം സകലവും പൂർത്തിയായിരിക്കുന്നു എന്നറിഞ്ഞ് തിരുവെഴുത്ത് നിറവേറുന്നതിന് യേശു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞു നിറച്ച ഒരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് അതിൽ മുക്കി ഈസോപ്പ് ചെടിയുടെ തണ്ടിന്മേലാക്കി ഉയർത്തി യേശുവിന്റെ വായോടടുപ്പിച്ചു. അത് കുടിച്ച ശേഷം യേശു, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന്
ഒരുക്ക ദിവസവും പിറ്റേന്ന് ഒരു വിശേഷ ശബത്തും ആയിരുന്നു. ശബത്തിൽ ശവശരീരങ്ങൾ ക്രൂശിൽ കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് അവരുടെ കാലുകൾ ഒടിപ്പിച്ച് ശരീരങ്ങൾ താഴെ ഇറക്കണമെന്ന് യഹൂദർ പിലാത്തോസിനോട് അപേക്ഷിച്ചു. അതുകൊണ്ട് പടയാളികൾ വന്ന് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരിൽ ഒന്നാമന്റെയും പിന്നെ മറ്റവന്റെയും കാലുകൾ ഒടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് കാലുകൾ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് യേശുവിന്റെ പാർശ്വത്തിൽ കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറത്തേക്ക് ഒഴുകി. ഇത് കണ്ട ആൾ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യം തന്നെ. താൻ പറയുന്നത് സത്യം എന്ന് അവൻ അറിയുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിനാണ് അവനിത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവന്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിറവേറുന്നതിന് ഇതൊക്കെയും സംഭവിച്ചു. തങ്ങൾ കുത്തിയവങ്കലേക്ക് അവർ നോക്കൂ എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അതിനുശേഷം യഹൂദരോടുള്ള ഭയം നിമിത്തം രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയയിലെ യോസെഫ് പിലാത്തോസിനോട് യേശുവിന്റെ ശരീരത്തിനു വേണ്ടി അപേക്ഷിച്ചു. പിലാത്തോസിന്റെ അനുവാദത്തോടെ അയാൾ വന്ന് ശരീരം എടുത്തു. മുൻപൊരിക്കൽ യേശുവിനെ രാത്രിയിൽ സന്ദർശിച്ച നിക്കോദേമോസും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. നിക്കോദേമോസ് ഏകദേശം 34 കിലോഗ്രാം മൂറും അകിലും കൊണ്ടുള്ള സുഗന്ധ മിശ്രിതം കൊണ്ടുവന്നു. ഇരുവരും കൂടി യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദരുടെ ശവസംസ്കാര സമ്പ്രദായം അനുസരിച്ച് ആ മിശ്രിതം പുരട്ടി ലിനൻ കച്ചകളിൽ പൊതിഞ്ഞു. യേശുവിനെ ക്രൂശിച്ച സ്ഥലത്ത് ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും മുൻപൊരിക്കലും അടക്കിയിട്ടില്ലാത്ത ഒരു കല്ലറയും ഉണ്ടായിരുന്നു. അന്ന് യഹൂദരുടെ ഒരുക്കനാളായിരുന്നതിനാലും ആ കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു.